പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ കുറേ നാളുകളായി സലഫികൾ, മുജാഹിദുകൾ ഭയങ്കര കരച്ചിലാണ്. സങ്കടം വന്ന് വാവിട്ട് നിലവിളിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ചില സുന്നികൾ, സമസ്തയിലെ പ്രബല വിഭാഗം ഉൾപ്പെടെയുള്ള സുന്നികൾ CM മടവൂരിനെ വിളിച്ച് ദുആ ചെയ്യുന്നു, അദ്ദേഹത്തെ അള്ളാഹു ആക്കുന്നു. ഒരു പാട്ട് ഇപ്പം ഇറങ്ങി. CM പടച്ചോൺ ആണ് എന്ന ധ്വനി വരത്തക്ക രീതിയിലുള്ള പാട്ട്. ഇത് കിതാബ് അനുസരിച്ചും ഇസ്ലാം അനുസരിച്ചും തെറ്റാണ്. പക്ഷേ കിതാബും ഇസ്ലാമും മുസ്ലിങ്ങളിൽ എത്ര ശതമാനം ആളുകൾക്കറിയാം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ 95% ആളുകൾക്കും അറിയില്ല എന്ന വാസ്തവം ആരും നിഷേധിച്ചിട്ടും കാര്യമില്ല. ഈ സലഫികൾ ഇല്ലാത്ത അള്ളാഹുവിൽ വിശ്വസിക്കും, അയക്കപ്പെട്ട ജിബ്രീലിനെ വിശ്വസിക്കും, ഉടായിപ്പാണത്. നബി ആകാശത്ത് പോയതിനെ വിശ്വസിക്കും. തലമൂത്ത ഇളയപ്പനായ അബ്ദുല്ല അബ്ബാസിൽ എന്നോട് പറഞ്ഞത് നബി ചന്ദ്രനെ രണ്ടായിട്ടങ്ങ് പിളർത്തി എന്ന്. ഇങ്ങനെ നരകം, സ്വർഗം, അങ്ങനെ വിധി എന്ന് വേണ്ട ഒരു അന്ധവിശ്വാസങ്ങളുടെ പട്ടിക പാക്കറ്റിൽ സൂക്ഷിച്ചിട്ടാണ്, തലയ്ക്കകത്ത് ഇടിച്ചു കയറ്റിയിട്ടാണ് CM മടവൂർ എന്ന പാവം ഭ്രാന്തനെ വിശ്വസിക്കുന്ന സുന്നികളെ ഇവർ കരഞ്ഞ് നിലവിളിച്ച് കുറ്റം പറയുന്നതും അപഹസിക്കുന്നതും. അതാണ് ഭയങ്കര രസം. അന്ധവിശ്വാസങ്ങളുടെ കൂടാരത്തിൽ നിന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ, അതേ അന്ധവിശ്വാസങ്ങളുടെ കൂടാരമായ അപ്പുറത്തെ വീട്ടിനെ നോക്കി പരിഹസിക്കുകയാണ് ഇവർ. ക്യാൻസർ മുറ്റിയ രോഗി, ഡിസെൻട്രി, വയറിളക്കം പിടിച്ചവരെ കളിയാക്കുന്നത് പോലെയുണ്ട് ഇത്. ഇപ്പം അള്ളാഹുവിനെ വിശ്വസിക്കാം, 40 വയസ്സുവരെ തിരിഞ്ഞു നോക്കാതെ ഒരാളെ പിന്നീട് നബിയാക്കി ജിബ്രീലിനെ അയച്ചു ഇഖ്റ എന്ന് പറഞ്ഞതിനെ വിശ്വസിക്കാം, ഖുർആനെ വിശ്വസിക്കാം, വിധിയെ വിശ്വസിക്കാം. ഇങ്ങനെ എല്ലാം വിശ്വസിക്കാമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഒരു മറുപുറമാണ് CM മടവൂരിൻ്റെ വിശ്വാസം. മനുഷ്യർ ദൈവത്തെ വിശ്വസിക്കുന്നത് സ്കൂളിൽ വിദ്യാഭ്യാസം നേടുന്നത് പോലെ, അല്ലെങ്കിൽ ഗൗരവതരമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതൊന്നുമല്ല ദൈവം. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഒരു ഡിഫാൾട്ട് സെറ്റിംഗ് ആണത്. അത് പാറ്റേൺ സീക്കിംഗ് എന്ന് പറയാം. ഉള്ളതിനെയും ഇല്ലാത്തതിനെയും ഒരുപോലെ നമ്മുടെ മനസ്സ് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് മെനഞ്ഞെടുക്കാൻ വിരുദ്ധുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിജയകരമായി ജീവിച്ചു പോകുന്നത്. ഇപ്പം കാട്ടിൽ ഒരു പുൽമേട്ടിൽ ഒരു ഇളക്കം തട്ടിയാൽ അത് പുലി എന്ന് സങ്കല്പിച്ചിട്ട് പേടിച്ചു മാറിയ ആളുകളുടെ മക്കളാണ് നമ്മൾ. പേടിച്ചു മാറാത്തവർ ചത്തും പോയി. അപ്പം ഈ പാറ്റേൺ സീക്കിംഗ് ഗുണകരമാണ്. പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ, അവിടെ ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ പിടികിട്ടും. അപ്പം ഒരു ഉസ്താദ്, പ്രഗത്ഭനായ ഒരു ഉസ്താദ്, സ്ഥിരം ഞാൻ കാണുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹം, CM മടവൂരിനെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസികളെയും, ഇദ്ദേഹം നബിയുടെ വിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. ഇതുപോലെ മറ്റൊരു വിശ്വാസം, എല്ലാം വിശ്വാസമെന്ന കളത്തിൽ കണ്ടത്തിൽ ജോസ് വരുമെങ്കിൽ അവരെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടും മോശപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുന്ന വീഡിയോ ആണ് ഈ സംസാരത്തിന് നിദാനമായി നമ്മൾ ഉപയോഗിക്കും.
ആദ്യം നമുക്ക് ഉസ്താദ് എന്തൊക്കെ പറയുന്നു എന്ന് ശ്രദ്ധിച്ചിട്ട് പറയുന്ന ഓരോ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും എന്നാൽ കഴിയുന്ന മറുപടി ഞാനിവിടെ പറയുകയാണ്. മൊത്തത്തിൽ ഇതിനൊരു മറ്റൊരു പേരിടാമെങ്കിൽ പാറ്റേൺ സീക്കിംഗ്, മനുഷ്യ മനസ്സിൻ്റെ സ്വതസിദ്ധമായ ഒരു ജീവക്രമ ചിന്താ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതി, അനുകൂലമായ ഒരു ചിന്താരീതി, പാറ്റേൺ സീക്കിംഗ്. അതിലൂടെയാണ് ഇത് മൊത്തത്തിൽ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു വച്ചിട്ടാണ് ഈ ക്യാൻസർ രോഗി ഈ വയറിളക്കം പിടിവിട്ടവനെ കളിയാക്കുന്നതിനെക്കുറിച്ച് 2 വർത്തമാനം ഞാൻ പറയാൻ പോകും. അപ്പം നമുക്കൊന്ന് ഉസ്താദിനെ കേട്ടിട്ട് മടങ്ങി വരാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഖുൽ നബിയെ പറയുക അല്ലെങ്കിൽ ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ഉപരിലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് അഥവാ മഴ വർഷിപ്പിക്കുകയും സസ്യലതാദികളൊക്കെ നിങ്ങൾക്ക് മുളപ്പിച്ചു തരികയും ചെയ്യുന്നത് ആരാണ്? സുന്നി മുസ്ലിയാരുടെ മറുപടി നിങ്ങൾ കേൾക്കുക. പെയ്യുന്ന മഴ പെയ്യുന്നതും മഴ ചോരുന്നതും വെയിലറിക്കുന്നതും വെയിലറയ്ക്കാതിരിക്കുന്നതും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരാൻ അവിടുത്തേക്ക് സാധിച്ചിരുന്നല്ലോ. മഴ പെയ്യണോ പെയ്യണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ഇവിടെ സുന്നി ഉസ്താദിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് സുന്നി ഉസ്താദ് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയാണ് നമ്മുടെ സലഫി ഉസ്താദ്. മഴ, സസ്യം മുളയ്ക്കുന്നു തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് CM മടവൂർ എന്നാണ് സുന്നി ഉസ്താദ് പറയുക. ഈ പറയുന്നത് തെറ്റാണെങ്കിൽ CM എന്തൊക്കെ ചെയ്തു എന്ന് സുന്നി ഉസ്താദ് പറയുന്നുവോ അതൊക്കെ കാണാത്ത, അറിയാത്ത, ഇല്ലാത്ത സങ്കല്പമായ അള്ളാഹു ചെയ്യുന്നു എന്ന് ഈ സലഫി ഉസ്താദിനെ വിശ്വസിക്കാമെങ്കിൽ ജീവിച്ചു പോയ, കൂടെ ജീവിച്ചു മരിച്ച ഒരാൾ ഇത് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ വളരെ അപാകമില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കാണാൻ പറ്റില്ല, CM മടവൂരിനെ കണ്ടവരുണ്ട്. ഇപ്പം വീട്ടിൻ്റെ നടുത്തളത്തിൽ ആടിനെ കൊണ്ടിട്ടിട്ട് അവിടെ പൂട പാടില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ നടക്കുമോ? ആട് കിടന്ന സ്ഥലത്ത് പൂടയുണ്ടാകും. അപ്പം ആന കയറുന്ന വഴിയിൽ പൂച്ച, പട്ടി എല്ലാം കയറി വരും. അള്ളാഹു എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ആ വിശ്വാസം വന്ന വഴിയെ CM മടവൂരും വരും, മുഹിയുദ്ദീൻ ഷേഖും വരും, എല്ലാവന്മാരും വരും. അതിൽ പരിതപിച്ചിട്ടും കരഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇതൊരു പാറ്റേൺ സീക്കിംഗ് ആണ്. ഒന്നിനെ മറ്റൊന്നിൽ ആരോപിച്ച് അല്ലെങ്കിൽ അത് താനല്ലയോ ഇത് എന്ന ചിന്തയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഉസ്താദിനെ വീണ്ടും ഒന്ന് കേൾക്കാം. അടുത്ത ചോദ്യം, അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നതാരാണ്? ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? സുന്നി മുസ്ലിയാരുടെ മറുപടി ശ്രദ്ധിക്കുക. മരണപ്പെട്ടുപോയ പലരെയും ഷെയ്ഖുന എഴുന്നേൽക്കാൻ പറഞ്ഞു. മരിച്ചു കിടക്കുന്ന ആളുകൾ എഴുന്നേറ്റ് നിന്നത്. ഇവിടെ ഒരു അതീവ ഗുരുതരമായ ആരോപണമാണ് CM വിശ്വാസികൾക്കെതിരെ സലഫി ഉസ്താദ് ഉറഞ്ഞു തുള്ളുന്നത്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് CM പറഞ്ഞു. അപ്പം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റില്ല എന്നാണോ സലഫി ഉസ്താദിൻ്റെ വാദം? ഈസാ നബി, യേശുക്രിസ്തു മരിച്ചവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രബലമായ വിശ്വാസ ചിന്തയാണ്. ആ ചിന്തയെ, ഉള്ള ഒരു ചിന്തയെ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ചിന്തയെ
പാവപ്പെട്ട സുന്നികൾ CM മടവൂരിനോട് ആരോപിച്ചാൽ നിങ്ങൾക്കത് കുറ്റം പറയാൻ പറ്റില്ല. മരിച്ചവനെ വീണ്ടും ഉയർന്നിട്ട് ജീവൻ നൽകാനായിട്ട് ആർക്കും കഴിയില്ല. ഈ ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ ലോകാവസാനമെന്ന് ഒന്നുണ്ടെന്നും അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ജീവൻ നൽകി പിടിച്ചോണ്ടുപോയി മഹ്ശറയിൽ നിർത്തുമെന്ന് വിശ്വസിച്ചാൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കില്ല എന്ന വിശ്വാസം നിങ്ങൾക്കില്ല. ജീവിപ്പിക്കാമെന്നാണ് നിങ്ങളുടെ വിശ്വാസം. അത് ഒരു വലിയ നദി ഒഴുകുമ്പോൾ ചെറിയ കൈത്തോടുകൾ വരാമെന്നതുപോലെ CM മടവൂരിന് വേണമെങ്കിൽ മനുഷ്യരെ, ചത്തവനെ പൊക്കി നിർത്താമെന്ന് അല്ലെങ്കിൽ ആട്ടി ഓടിക്കാമെന്നും വിശ്വസിക്കാൻ സാധിക്കും. എങ്ങനെ? അള്ളാഹുവിനും നമ്മുടെ ഈശാ നബിക്കും മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം തരുന്ന നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രകടിത രൂപമാണ് CMൻ്റെ അനുയായികൾ ചെയ്യുന്നതെങ്കിൽ അവരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ആവില്ല. അവരെ കുറ്റം പറയാൻ ഞങ്ങൾക്ക് പറയാം. മരിച്ചാൽ ദാറ്റ് ഈസ് ഓവർ, എന്നേക്കുമായി ഓവർ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾക്ക് കുറ്റം പറയാം. ആർക്കും അത് സാധ്യമല്ല. മരണത്തെ നീട്ടിവെക്കാം കുറേയൊക്കെ. ഇന്നേ വരെ സയൻസിന് പോലും മരിച്ചവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത്തരം ഒരു അന്വേഷണം പോലും നമ്മൾ നടത്തുന്നില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രശ്നഹേതുവായി തീരും എന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യവുമില്ല. ഒരു പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് പ്രകൃതിയുടെ നിയമത്തിന് ആര് അതൊക്കെ ചോദിച്ചു പോയാൽ എങ്ങും എത്തില്ല. നിങ്ങൾ ചോദിച്ചു, ആര് എ എങ്ങനെ, ബി എങ്ങനെ, സി, അവസാനം ഇസഡിൽ നിന്ന് തിരിച്ച് വീണ്ടും എയിലേക്ക് വരണം. ഇങ്ങനെ ചാക്രികമായി ചോദിച്ചുകൊണ്ടിരിക്കാമെന്ന ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ എന്നല്ലാതെ ഇതിന് യാതൊരു രീതിയിലും മറുപടി കിട്ടില്ല. ഇപ്പം മരിച്ചവർ ജീവിപ്പിക്കാൻ പറ്റില്ല എന്ന് അടിസ്ഥാന വിശ്വാസമുണ്ടെങ്കിൽ CM മടവൂരിനും അത് സാധിക്കില്ല എന്ന വിശ്വാസത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹുവിനാകാം, ഈസാ നബിക്കാകാം എന്നാണ് വിശ്വാസമെങ്കിൽ മടവൂരിനുമാകാമുടോ ഉസ്താദെ? അതുകൊണ്ട് അടുത്ത ഉസ്താദിൻ്റെ തള്ളൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇനി അടുത്ത ചോദ്യം, വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ്? സുന്നി മുസ്ലിയാക്കന്മാരുടെ, അവരിൽ പ്രധാനികൾ പോലും അതിലുണ്ട്, അവരുടെ മറുപടി എന്താണ് എന്ന് ശ്രദ്ധിക്കുക. മുദബ്ബിറുൽ ശൈഖുനാന്റെ നിസ്കാരം നോമ്പും നോക്കാൻ നമ്മൾ പോകണ്ട. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. അടുത്തത് CMനെ കുറിച്ച് സുന്നികൾ സമസ്തക്കാർ പറയുന്നത് മുദബ്ബിറുൽ ആലം, നിയന്താവ്, നിയന്ത്രിക്കുന്നവൻ. ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എല്ലാം. മുദബ്ബിറുൽ ആലം അത് അള്ളാഹുവാണ്. അപ്പം അള്ളാഹുവിന് പകരം CMനെ പ്രതിഷ്ഠിക്കാം. അതേ വിശ്വാസമാണ്. കാണാത്ത, അറിയാത്ത, ഇല്ലാത്ത, തെളിവില്ലാത്ത, തെളിവുണ്ടാക്കാൻ സാധ്യമേ അല്ലാത്ത അള്ളാഹുവിനാകാമെങ്കിൽ തെളിവുള്ള, കണ്ടിട്ടുള്ള, ചത്തുപോയതാണെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന അള്ളാഹുവിനെ പോലെ CMന് ആകാം. ഇതിനെ നമുക്ക് ഒരു ഭേദഗതി വരുത്തി വേണമെങ്കിൽ അള്ളാഹു നേരിട്ടൊന്നും ചെയ്യാറില്ലല്ലോ. ഇപ്പം മുഹമ്മദിനോട് കാര്യങ്ങൾ പറയണം. അള്ളാഹു എന്നാ ചെയ്തു? ജിബ്രീലിനെ അയച്ചു. ഒരു സഹായി വേണ്ടത്, വകുപ്പ് വിഭജനം. ഇപ്പം എന്നെ കൊല്ലണം, മരിപ്പിക്കണം. എന്ത് ചെയ്യും? മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാമിനെ അങ്ങോട്ട് അയക്കും.
കോലൻ അയാൾ വന്നാണ് എന്നെ പിടിക്കുക. അപ്പം അള്ളാഹുവിന് വകുപ്പ് വിഭജനം വേണ്ടി വരുന്നു. എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. നിയന്ത്രിക്കാൻ സഹായം വേണം. സഹായം തേടുന്നവനാണ് അള്ളാഹു. അങ്ങനെ ആകുമ്പോൾ ഈ നിയന്ത്രിക്കപ്പെടുന്ന ആളിൽ മലക്കിനാകാമെങ്കിൽ, ഒരു സങ്കല്പമാണേ അത്, ഇന്നേവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തത്, തെളിയിക്കപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ് മലക്കുകൾ. അതിന് ആകാമെങ്കിൽ ആ സ്വഭാവത്തിൽ ഈ വകുപ്പ് വിഭജനത്തിനു വേണ്ടി അള്ളാഹു CM-നെ തെരഞ്ഞെടുത്തു എന്ന് മലക്കിനെ വിശ്വസിക്കാമെങ്കിൽ അതേ നാളയത്തിൽ CM മടവൂരിനെയും വിശ്വസിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഉസ്താദിൻ്റെ നമ്പർ ഒന്ന് കാണാം. ശരി, ഈ മറുപടികളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ മഴ വർഷിപ്പിക്കുന്നത്, ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും കഴിവുള്ള, പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് CM മടവൂരും അതേപോലെയുള്ള വലിയകളുമാകുന്നു. അപ്രകാരം കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള അധികാര കേന്ദ്രങ്ങളായി അള്ളാഹു അവരെ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഈ മുസ്ലിയാക്കന്മാരെല്ലാം തന്നെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും അവരെ വഴികേടിലാക്കുവാൻ വേണ്ടി അവർ വിശദീകരിക്കുന്നതും. ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും, മരണം, മഴ, നടത്തിപ്പ്, ജനനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് സഹായികളെ നിയമിച്ചു, അല്ലെങ്കിൽ സഹായത്തിന് സഹായികൾ. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ആളുകളിൽ മലക്കിൻ്റെ കൂടെ CM മടവൂരുമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് മലക്കു വിശ്വാസം പോലത്തെ അതേ നാണയത്തിലുള്ള ഒരേ തുട്ടാണ്. രണ്ട് സൈഡ് പോലുമല്ല, ഒരേ സൈഡിലെ തുട്ടാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുമെന്നാണ് എനിക്കിവിടെ ഉസ്താദിനോട് പറയാൻ. ഇനി ഉസ്താദ് മറ്റൊരു അടവ് പ്രയോഗിക്കുന്നു, കാണാം നമുക്ക്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇതേ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചോദിച്ചത് ആരോടാണ്? മക്കയിലെ മുശ്രിക്കുകളോടാണ്. അവർ നൽകിയ മറുപടി, അവർ നൽകിക്കൊണ്ടിരുന്ന മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ വിശദീകരിച്ചു തരികയാണ്. ഫസയഖൂലൂനല്ലാഹ്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മക്ക മുശ്രിക്കുകളുടെ മറുപടി അവർ പറയുക തന്നെ ചെയ്യും, അല്ലാഹുവാകുന്നു എന്ന്. ഫഖുൽ അഫലാ തത്തഖൂൻ. എങ്കിൽ നബിയെ ചോദിക്കുക, ഇതെല്ലാം അറിയാവുന്ന നിങ്ങൾ പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നത്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്? ഇവിടെ ഉസ്താദ് പറയുന്നത് മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ, നബിക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള ആളുകൾ, അവർ ലാത്ത്, മനാത്ത, ഉസ്സ തുടങ്ങിയ, അതോടൊപ്പം തന്നെ അള്ളാഹു എന്ന ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഇതിൽ മൂത്ത് മുന്തിയതാണ് അള്ളാഹു. അതിനെയാണ് നബി ഇങ്ങെടുത്തത്. നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തതുപോലെ തൃശ്ശൂർ ഇന്ന് അനുഭവിക്കുകയാണ്, എടുത്ത മുസ്ലിങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. അപ്പം ഇവിടെ ഉസ്താദ് പറയുന്നത് അറബികൾ ലാത്ത, മനാത്ത, ഉസ്സ തുടങ്ങിയ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല എന്നാണ്. ഇത് വിശ്വാസയോഗ്യമേ അല്ല. കാരണം തൊട്ടു മുമ്പിലിരിക്കുന്ന വിഗ്രഹങ്ങൾ കാണാൻ പാടില്ലാത്ത ദൈവത്തെക്കാളും മുമ്പിൽ വന്ന് പ്രതിഷ്ഠ ഇരിക്കുന്നതാണ്. അതാണ് ഈ വിഗ്രഹ ആരാധനയ്ക്കും ആൾദൈവ ആരാധനയ്ക്കും കുറേയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്. ഇഷ്ടം അള്ളാഹുവിനെ സങ്കല്പിക്കുക, അതിനേക്കാൾ ഉപരി CM-നെ അള്ളാഹുവായി സങ്കല്പിക്കുക. രണ്ടും സങ്കല്പമാണ്. ആടും പൂടയും, ആനയും പൂച്ചയും. അപ്പം ലാത്തയും മനാത്തയും തുടങ്ങി മറ്റു വിഗ്രഹങ്ങളെയും അറബികൾ, മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു, വിളിച്ചിരുന്നു, സഹായം തേടിയിരുന്നു എന്നാണ് ഈ പറയപ്പെടുന്ന ചരിത്രത്തിൽ നിന്ന്
നമുക്ക് വായിക്കാൻ സാധിക്കുന്നതെങ്കിലും ഇവിടെ ഒരു കള്ളനയം, കളവ് പറയുകയാണ് ഉസ്താദും കിതാബുകൾ. അല്ലെങ്കിലും കിതാബുകളൊക്കെ പൊയ്യാണ്, പാഴ്വേലകളാണ്. അറിവില്ലാത്ത കുറേ പണ്ഡിതന്മാർ എഴുതി വെച്ച അബദ്ധജടിലമായ ധാരണകളാണ് ഈ കിതാബുകളെങ്കിൽ അതിനെ പൊക്കിക്കൊണ്ടുവന്നായിട്ടാണ് ഈ സലഫി ഉസ്താദ് എന്തോ ഞങ്ങൾ ഭയങ്കര ആളുകളാണെന്നും സുന്നികളൊക്കെ വളരെ മോശപ്പെട്ടവരാണെന്നും. ഉസ്താദേ, സുന്നിയും നിങ്ങളും ഒരേ തോണിയിലെ യാത്രക്കാരാണ്, ഒരേ ഭാഗത്തേക്ക് തുഴയുന്നവരാണ്. നിങ്ങൾക്ക് അവരെ കുറ്റം പറയാനേ സാധ്യമല്ല. അവർ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ മറ്റൊരു തരത്തിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. വിശ്വാസത്തെ ചോദ്യം ചെയ്യാതെ CM മടവൂരിന്, അള്ളാഹുവിനെയും നബിയെയും ചോദ്യം ചെയ്യാതെ CM മടവൂരിനെ ചോദ്യം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ ഒരേ ട്രാക്കിൽ ഓടുന്ന പലതരം തീവണ്ടികളാണ്. മദ്രാസ് മെയിൽ, ബാംഗ്ലൂർ എക്സ്പ്രസ്, ഐലൻഡ് എക്സ്പ്രസ് തുടങ്ങിയുള്ള ട്രെയിനുകൾ ഒരേ ട്രാക്കിൽ ഓടുന്നു എന്നല്ലാതെ അവ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എൻ്റെ പൊന്നു ഉസ്താദെ, പാവപ്പെട്ട സുന്നികളെ വെറുതെ വിടുക. അവർ ജീവിച്ചോട്ടെ. അവർ കിതാബിലേക്ക് വരികയാണെങ്കിൽ, കിതാബ് പറയുന്നത് എല്ലാം അവർ അനുസരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ നിങ്ങളുടെ ആഹ്വാനം. അത് തീവ്രവാദത്തിലേക്കും മതവിദ്വേഷത്തിലേക്കും നയിക്കും. കാഫിരീങ്ങൾ, മറ്റുള്ളവർ എന്ന ചിന്ത സാധാരണ സുന്നികൾക്കില്ലെങ്കിൽ ഇത്തരം കപടനാട്യക്കാരുടെ വർത്തമാനങ്ങൾ സുന്നികളെ കിതാബിലേക്ക് അടുപ്പിക്കുമെങ്കിൽ അത് വളരെ ആപൽക്കരമായിരിക്കുമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എങ്കിൽ അടുത്ത ഉസ്താദിൻ്റെ ഒരു ഭയങ്കരമായ പുഷ് ഒന്ന് കേട്ടിട്ട് നമുക്ക് അടുത്തത് പറയാം. അഥവാ കാന്തപുരം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളുടെ അർവാഹുകളാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാണ് ആ വ്യക്തി വിശദീകരിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ആ വാക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കേൾക്കാം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുവാൻ ഔലിയാക്കളുടെ അർവാഹുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ കാന്തപുരത്തെ കൂട്ടുപിടിച്ച് ഒരാരോപണം സുന്നികൾക്കെതിരെ ഉന്നയിക്കുകയാണ് നമ്മുടെ സലഫി ഉസ്താദ്. എനിക്ക് കാന്തപുരം കള്ളൻ എന്നറിയാം. അത് പറയാൻ പെരുങ്കള്ളനായ ഈ ഉസ്താദിന് അവകാശമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നബിയുടെ തിരുമുടി കൊണ്ടുവന്ന് നാടകം കളിച്ച് കാശുണ്ടാക്കുന്ന ആളാണ് ഈ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം. ഇത് തന്നെയാണ് എല്ലാ കാലത്തും മതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രൂപത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. റൗള ഷെരീഫിൽ പോയോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞു. എന്താ ഈ റൗള ഷെരീഫ്? നബിയുടെ ഖബർസ്ഥാൻ. അത് കണ്ടവരാരുമില്ല. സംസം കിണർ പോലെ എന്തിനെയോ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് റൗള ഷെരീഫ്, തിരുനബിയുടെ മയ്യത്ത് അടക്കപ്പെട്ട സ്ഥലം എന്ന് കള്ളം പറയുന്നത്. ഉറവ, വറ്റാത്ത ഉറവയാണ് സംസം. അതൊക്കെ ഭൂമിയിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരെണ്ണം മെക്കയിൽ കഅബയ്ക്കടുത്തുണ്ടോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിലുണ്ടോ? ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ഉണ്ടെങ്കിൽ ആദ്യം സമ്മതിക്കുന്നത് ഉണ്ട് എന്ന് പറയുന്നവരായിരിക്കും. അത് സമ്മതിക്കാത്തത്തോളം കാലം അതില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരം കാര്യങ്ങൾ. അല്പം
കാന്തപുരം പറയുന്നത് തെറ്റാണെങ്കിൽ സലഫി ഉസ്താദെ നിങ്ങൾ പറയുന്നതും തെറ്റാണ്. എന്താ കാന്തപുരം പറഞ്ഞത്? ഫൽ മുദബ്ബിറാത്തി അംറ. എന്തത്? ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ റൂഹാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. റൂഹുണ്ട്, ആത്മാവ്. അങ്ങനൊരു ചക്കര കടലാസിലേ ഉള്ളൂ. റൂഹ് എന്ന സാധനം ഇല്ലേയില്ല. ജീവൻ. അങ്ങനെ ജീവൻ എന്നൊരു സാധനമുണ്ടോ? എളുപ്പത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാകും. ജീവിക്ക് ജീവനുണ്ട്. ഈ ജീവൻ എന്നുള്ളത് ശരീരത്തിൽ നിന്നും തനിച്ച് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല, ശരീരത്തിൻ്റെ പ്രവർത്തനമാണ്. തീവണ്ടി ഓടുന്നു. തീവണ്ടിയെ മാറ്റി നിർത്തിയാൽ എവിടെ ഓട്ടം? ഇല്ലല്ലോ. അതുപോലെ ശരീരത്തിൻ്റെ പ്രവർത്തന സ്വഭാവമാണ് ജീവൻ. ജീവികളുടെ പ്രവർത്തന സ്വഭാവമാണ് ജീവൻ. ജീവന് നിദാനമായ ഘടകങ്ങളുണ്ട്, മെറ്റബോളിസം. അതിൽ നിന്ന് മാറി നിന്നുള്ള ഒരു ഒരു നിലനിൽപ്പ് ഒരിക്കലും റൂഹിന് ഇല്ല. ഇല്ലാത്ത റൂഹിനെ സങ്കല്പിക്കാമെങ്കിൽ ഔലിയാക്കൾക്ക് റൂഹുണ്ടെന്നും ആ റൂഹിന് സ്വയം വലിയുള്ള ചെയ്യുന്ന അതേ കർത്തവ്യങ്ങളും കറാമത്തുകളും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ പടിപ്പുറത്ത് പോകേണ്ട കാര്യമില്ല. വിശ്വാസത്തിൻ്റെ പന്ഥാവിലെ പല വഴികളിൽ കാണുന്ന പലതരം കെട്ടിടങ്ങളാണ്. ഒന്നിങ്ങനെ ഒന്നങ്ങനെ. കെട്ടിടങ്ങളൊക്കെ ഒരേ പന്ഥാവിൽ ഒരേ രീതിയിൽ നിർമ്മിക്കപ്പെട്ടവയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ആ വീടിനെ ചൂട്ടി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയാൻ സലഫി ഉസ്താദെ നിങ്ങൾക്ക് ആയുസ് മതിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇനിയും നമുക്ക് ഉസ്താദിനെ ഒന്നുകൂടി കേൾക്കാം. ഫൽ മുദബ്ബിറാത്തി അമ്ര എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കളുടെ അർവാഹുകളാകുന്നു. അതുകൊണ്ട് CM മടവൂരിനെ പോലെയുള്ള ആളുകളാണ് ലോകത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരോടാണ് നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയേണ്ടത് എന്നത് എത്രമാത്രം വലിയ അബദ്ധമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ. ഒരു സമൂഹത്തെ ഷിർക്കിലും കുഫറിലും ഖുറാഫാത്തിലും തളച്ചിടാൻ വേണ്ടിയുള്ള മനഃപൂർവമായ ഒരു വലിയ ഗൂഢാലോചനയുടെയും പരിശ്രമത്തിൻ്റെയും ഭാഗമല്ലേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. മാത്രമല്ല, ആരാണ് ഈ ഫൽ മുദബ്ബിറാത്തി അമ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിക്കുന്നു. ഫൽ മുദബ്ബിറാത്തി അമ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് ഫ അജ്മഉ, ഇജ്മാ ഉണ്ട്, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രാമാണിക മുഫസ്സിരീങ്ങളുടെ ഇജ്മാ ഉണ്ട്, സ്വഹാബത്തിൻ്റെ ഇജ്മാ ഉണ്ട് അല അന്നഹും ഹുമുൽ മലായിക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു ഫൽ മലായികതു അൽ മുദബ്ബിറതു മാ ഉമിറത് ബിഹി മിൻ അംരില്ലാ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറ ഖാലൽ ഖുശൈരിയു അജ്മഉ, അവരുടെ ഇജ്മാ ഉണ്ട് അല അന്നൽ മുറാദ അൽ മലായിക, അതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറ قال علي ومجاهد وعطاء وأبو صالح والحسن وقتادة والربيع بن أنس والسدي هي الملائكة. ഈ പറയപ്പെട്ട ആളുകളൊക്കെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അത് മലക്കുകളാകുന്നു എന്നാണ്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ ഈ ഔലിയാക്കളുടെ റൂഹല്ല, മലക്കുകൾ എന്നാണ്. ഇതാരൊക്കെ പറഞ്ഞു? ഇജ്മയുണ്ട്, സഹാബാക്കളുടെ സമ്മതമുണ്ട്, തബരി പറഞ്ഞിട്ടുണ്ട്, ഖുർത്തബിയും മൊഴിഞ്ഞിട്ടുണ്ട്, ഇബ്നു ഖദീർ വളരെ ഉദ്ധരിച്ചും എഴുതി വച്ചിട്ടുണ്ട്. എന്താണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ മലക്കുകൾ എന്നാണ്. എന്താ ഈ മലക്ക്? എന്തു ചക്കയാണോ അത്? അതേ ചക്ക തന്നെയാണ്, അതേ കൂഴച്ചക്ക തന്നെയാണ്, ചീഞ്ഞഴിഞ്ഞ കൂഴച്ചക്ക തന്നെയാണ്
ഫൽ മുദബ്ബിറാത്തി അംറ എന്ന മലക്കുകൾ അല്ലെങ്കിൽ ഔലിയാക്കളുടെ റൂഹ് തമ്മിൽ യാതൊരു വകഭേദവുമില്ല. പാലിൽ ചേർത്ത വെള്ളം പാലിൽ ചേർത്താൽ അതും വെള്ളമല്ല, പാലാണ്, അളവിൽ കൂടുതലല്ലെങ്കിൽ. അതുകൊണ്ട് ഇനി ഇജ്മ ഉണ്ടായാലും തബരി പറഞ്ഞാലും ഇബ്നു ഖദീർ മറ്റുള്ളവരെ ഉദ്ധരിച്ച് മൊഴിഞ്ഞാലും അതേറ്റ് നമ്മുടെ ഉസ്താദ് പറഞ്ഞാലും സങ്കല്പം മാത്രമാണ്. സങ്കല്പത്തിന് ചിറക് മുളയ്ക്കാമെങ്കിൽ പല വർണ്ണത്തിലും രീതിയിലും ഭംഗിയിലുമൊക്കെ മുളപ്പിക്കാം. അങ്ങനെ നമ്മുടെ കാന്തപുരം തുടങ്ങിയുള്ള സമസ്തക്കാർ മുളപ്പിച്ച സങ്കല്പത്തിൻ്റെ പൊൻചിറകുകളാണ് CM മടവൂർ. മലക്ക് തെറ്റെന്ന് പറയൂ, മലക്ക് കേവലം സങ്കല്പമെന്ന് പറയൂ. ഫൽ മുദബ്ബിറാത്തി അംറ പൂർണ്ണമായി തെറ്റാണ്. അത് മലക്കുകളുമല്ല, നമ്മുടെ ഔലിയാക്കളുടെ റൂഹുമല്ല. റൂഹും മലക്കും സങ്കല്പം. ഒരേ മരത്തിൽ വിരിഞ്ഞ 2 പുഷ്പങ്ങൾ, ഒരേ ചെടിയിൽ വിരിഞ്ഞ 2 പുഷ്പങ്ങൾ. ഒന്ന് തെറ്റ്, ഒന്ന് ശരിയെന്ന് പറയാൽ അത് ശരിയല്ല. ഒന്ന് തെറ്റ്, ഒന്ന് ശരിയെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ഒന്നില്ല. ഫൽ മുദബ്ബിറാത്തി അംറ. ഈ അറബി അല്പം പറയാൻ പാടാണ്. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയേണ്ട ആഗ്രഹവുമില്ല. പിന്നെ ചുമ്മാ ഒരു എന്താ പറയുക, ഗുമ്മിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവന്മാർക്ക് ഗുമ്മ് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഫൽ മുദബ്ബിറാത്തി അംറ എന്നൊക്കെ പറയണം. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പം അല്ലാഹു ജിബ്രീലിനെ അയക്കും, സഹായിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെയുള്ളൂ CMനെ അയച്ചിട്ടു എന്ന് വിശ്വസിക്കാൻ. ഇനി അടുത്ത ഒരു കാര്യം ഉസ്താദ് പറയട്ടെ. അപ്പോൾ മുഫസ്സിരീങ്ങൾ ഇജ്മാഅോടുകൂടി സ്വഹാബികളിൽ നിന്നും താബീങ്ങളിൽ നിന്നും തബഉത്താബീങ്ങളിൽ നിന്നും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകളാണ്. വഹയിൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ, മരണത്തിൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്തിനെ പോലെ അങ്ങനെയുള്ള മലക്കുകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ പറയപ്പെടും. ഫൽ മുദബ്ബിറാത്തി അംറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് എന്ന് പ്രമാണമുദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ പണ്ഡിതന്മാർ വിശദീകരിക്കും എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഒരു വിദ്വാൻ ഒരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് വിശദീകരിക്കുന്നത് കാണുക. കാരണം മലക്കുകളാണ് എന്നൊക്കെ ഒരു വ്യാഖ്യാനം വന്നാലും മദ്രസകളിൽ പോലും സുന്നികൾ പോലും പഠിപ്പിച്ചിട്ടുള്ളത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് എന്നത് ഇവർക്കറിയാം. പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളെ ഷിർക്കിൽ തളച്ചിട്ട് വരുമാനമുണ്ടാക്കുവാൻ വേണ്ടിയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടത് എന്ന് വരുമ്പോൾ അവർക്ക് ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്താണ് അവർ പറയുന്നത്? ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് അത് മലക്കുകളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, എന്നാൽ ആ മലക്കുകളെയും നിയന്ത്രിക്കുന്ന അതിൻ്റെയും മേലെയുള്ള മുദബ്ബിറാണ് CM മടവൂരിനെ പോലെയുള്ള ആളുകൾ, വലിയകൾ. അത് വിശദീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഒരു ജിബ്രീലും ഒരു മീകായിലും ഒരു ഇസ്രാഫീലും ഒരു അസ്രായീലും, ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന മുദബ്ബിരീൻ ആലമായിട്ടുള്ള ഈ മലായിക്കത്തിനെ പോലും തദ്ബീർ ചെയ്യുന്ന ഉന്നതന്മാരാണ് മഹാന്മാരായിട്ടുള്ള അമ്പിയാക്കളും ഉന്നതരായിട്ടുള്ള ഔലിയാക്കളും. ഇവിടെ രസാവഹമായ കാര്യം, സമസ്തക്കാരും സുന്നികളും വിശ്വസിക്കുന്നത് അല്ലാഹു വഹി, മരണം തുടങ്ങിയവയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകളെ നിയന്ത്രിക്കുന്നത് ആരാ? CM വലിയുള്ള. അപ്പം മലക്കിനെ സങ്കല്പിക്കാമെങ്കിൽ മലക്കിനെ നിയന്ത്രിക്കുന്ന ഒരാളെയും സങ്കല്പിക്കാം. മലക്കിനെ നിയമിച്ചത് അല്ലാഹുവെന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചിന്തയുടെ പ്രകടിത രൂപമായി തന്നെ CM വലിയുള്ളയും അവിടെ പ്രതിഷ്ഠിക്കാൻ പാകത്തിലുള്ള ഒരു വിഗ്രഹം തന്നെയാണ്. നിങ്ങൾ കൊത്തിയെടുത്ത പല വിഗ്രഹങ്ങളിൽ ഒന്നാണ്. നിങ്ങളുടെ വിഗ്രഹം മാത്രം ശരിയെന്നും ബാക്കിയുള്ള വിഗ്രഹങ്ങൾക്ക് ജീവനില്ല എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് നിങ്ങൾ കൊത്തിയെടുത്ത ആ വിഗ്രഹത്തിന്
ജീവനേയില്ല, ജീവൻ ഉണ്ട് എന്നത് എൻ്റെ സങ്കല്പമെന്ന് ഈ സലഫി ഉസ്താദ് സമ്മതിക്കുമെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് സമ്മതിക്കണം. അപ്പം അള്ളാഹു മലക്കുകളെ നിയമിച്ചു, മലക്കുകളെ നിയന്ത്രിക്കാൻ CM-നെ നിയമിച്ചു. അപ്പം ഈ വിശ്വാസത്തെ പല കൈവഴികളും ചേർന്നാണ് ഒരു തോടുണ്ടാകും, ഒരു ആറ്, ഒരു നദി ഉണ്ടാകുന്നു എന്നതുപോലെ ഇത്തരം അബദ്ധജടിലങ്ങളായ വിശ്വാസങ്ങളുടെ ഒരു ആകെത്തുകയാണ്, ആകെ ചേർന്നുള്ള ഒരു ഒഴുകലാണ്, നദിയാണ് മതം, അള്ളാഹു തുടങ്ങിയ വമ്പൻ അബദ്ധവിശ്വാസങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു വർത്തമാനം കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ കാര്യം വളരെ വ്യക്തമായി. ജനങ്ങളെ ഷിർക്കിൽ തളച്ചിടാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്, മുസ്ലിം ഉമ്മത്തിനെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഉസ്താദ് പറഞ്ഞത് ജനങ്ങളെ ഷിർക്കിൽ നിന്നും അതിലേക്ക് നയിക്കുന്നു, അതായത് ജനങ്ങളെ ഷിർക്കിലേക്ക് നയിക്കുന്നത് മലക്കുകളും ജിന്നുകളും പിശാചുക്കൾ കൂടിച്ചേർന്നാണ് എന്നാണ് അവരുടെ ഗൂഢാലോചന. മലക്ക്, ജിന്ന്, പിശാച് ഇവരുടെ ഗൂഢാലോചന എന്നാണ്. ഇതേ വിശ്വാസങ്ങൾ, ഈ സങ്കല്പങ്ങൾ CM മടവൂരിനെ തനിയെ സാധൂകരിക്കുന്നതാണ്. അതിലപ്പുറം ഒന്നും അതിൽ പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു വർത്തമാനം കേൾക്കാം. മഴയെ, അതേപോലെ തന്നെ കാറ്റിനെ, അതേപോലെ ഇടിമിന്നൽ, ഇത്തരം വിഷയങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, നമുക്കറിയാം. വഹീൻ്റെ മലക്കുകളുണ്ട്, അതേപോലെയുള്ള പല നിലക്കും പല കാര്യങ്ങളും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഇവിടെ ഉസ്താദ് നടപ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, നിലനിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ബേജാറാവുകയാണ്. എന്താണ്? CM മടവൂരിനെയും ജാറങ്ങളെയും കാണിച്ച് കാശുണ്ടാക്കുന്നു എന്ന്. മതം, ഭക്തി എന്നതൊക്കെ കാശു തന്നെയാണ്. രണ്ടു തുട്ടേകീടികൾ ചുണ്ടിൽ പുഞ്ചിരിച്ചിടും തെണ്ടിയല്ലോ മതങ്ങൾ തീർത്ത ദൈവം. കാശില്ലാതെ ഒന്നുമില്ല, കാശേതാൻ കടവുളടാ. ഇപ്പം കാന്തപുരം ഉൾപ്പെടെയുള്ള സമസ്തക്കാരൊക്കെ കാശുണ്ടാക്കുന്നുവെങ്കിൽ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഇസ്ലാമിക പ്രീച്ചറിൽ, അതായത് ഇസ്ലാമിക അപ്പോളജിസ്റ്റുകളിൽ 99% പേരും കാശിനു വേണ്ടി തന്നെയാണ്. തൊഴിൽ എന്ന നിലയ്ക്കാണ്. മതം നല്ലൊരു വ്യവസായമാണ്, ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നതാണ്. ഇതൊക്കെ പോട്ടെ, നബി എന്നാ ചെയ്തു? നബി ചെയ്ത യുദ്ധങ്ങളൊക്കെ ഗനീമത്ത് മുതലിന് വേണ്ടിയായിരുന്നു. എന്താ ഈ ഗനീമത്ത് മുതൽ? കൊള്ള ചെയ്ത കൊള്ള മുതലുകൾ, വരുമാനമല്ലേ? അപ്പം CM മടവൂരിനെ കാണിച്ച് കാന്തപുര ആദി സമസ്തക്കാർ പൈസ ഉണ്ടാക്കുമെങ്കിൽ അത് തെറ്റാണെങ്കിൽ നബി രാജാവായതും നബി ഗനീമത്ത് മുതലുകൾ കൊള്ളയടിച്ചതും തെറ്റെന്ന് ഉസ്താദ് പറയണം. ഉസ്താദ് അത് പറയില്ല. പറയാത്തിടത്തോളം കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം ചെയ്യുന്ന ധനാപഹരണം തെറ്റല്ല. ഞങ്ങൾ പറയും തെറ്റെന്ന്. അത് ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവരോട് സഹായം തേടാൻ ആവശ്യപ്പെടണം. അങ്ങനെ അവരുടെ ജാറവുമായി ഇവർക്ക് ജനങ്ങളെ ബന്ധിപ്പിക്കണം. ആ ജാറവുമായി ഇവരെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെയാണ് വരുമാനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് സങ്കടങ്ങൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം വരണം. അതിനുള്ളൊരു തെളിവ് നിങ്ങൾ നോക്കൂ, ഈ ഒരു സംസാരം കേട്ടു നോക്കുക. എത്ര വലിയ സങ്കടമുള്ള സമയത്തോ, എത്ര വലിയ വേദനയുള്ള സമയത്തോ, ഉമ്മാ, പെങ്ങളെ, സഹോദരാ, നിങ്ങൾ വിളിച്ചോ, യാ ശൈഖനാ യാ മടവൂർ. സൂറത്തുൽ അൻആമില് വിഗ്രഹങ്ങളെ ആരാധിക്കില്ല എന്നാണ്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. വിളിക്കും, പ്രാർത്ഥിക്കും. മുമ്പിലുള്ള വിഗ്രഹത്തിന് ജീവനുണ്ടെന്നും
നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നും കാണാത്ത ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ വിശ്വാസപരമായി എളുപ്പമുള്ള കാര്യം. ഇതിനി അൻആമിലല്ല, ഏത് ആമിൽ പറഞ്ഞാലും അത് കളവാണ്, തെറ്റാണ്. ഒരു പരീക്ഷണം വന്നാൽ, ഒരു വിഷമം വന്നാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രമേ മടങ്ങിയിട്ടുള്ളൂ, വിഗ്രഹങ്ങളിലേക്ക് മടങ്ങിയിട്ടില്ല. അപ്പോൾ മക്ക മുശ്രിക്കുകൾ പോലും, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലൂടെയും മറ്റൊരുപാട് സൂറത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. ഒരു പരീക്ഷണം വന്നാൽ, ഒരു വിഷമം വന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളെ വിളിച്ചിട്ടില്ല, ലാത്തയെ ഉസ്സയെ വിളിച്ചിട്ടില്ല, ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബിയെ വിളിച്ചിട്ടില്ല. മറിച്ച് അവർ അള്ളാഹുവിനോടാണ് അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുക, അവനോട് ആവശ്യപ്പെടുക, അവൻ മാത്രമാണ് ഉത്തരം നൽകാൻ കഴിവുള്ളവർ. മഴയില്ലാത്തപ്പം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, പ്രാർത്ഥിച്ചാൽ മഴ പെയ്യുമോ? ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, 13.8 കണ്ടു നോക്കും മഴ പ്രാർത്ഥന. ഇപ്പം മടവൂരിൻ്റെ പോരിശകൾ, കറാമത്തുകൾ കേട്ട കൂട്ടത്തിൽ ഞാനൊരു കാര്യം കേട്ടു. ഒരാൾക്ക് കലശലായ ചൊറി, മരുന്നൊക്കെ ഒരുപാട് വാങ്ങിച്ച് കഴിച്ചിട്ടും മാറിയില്ല. CM ജീവിച്ചിരിക്കുമ്പോൾ മടവൂരിനെ കാണാൻ പോയി സങ്കടം പറഞ്ഞു. മടവൂര് അധികം വർത്തമാനമൊന്നും പറയില്ല. പോയ ആളോട് പേരെന്താ, സ്ഥലമേതാ, പൊയ്ക്കോളൂ, ഇതൊക്കെ പറയും. ഈ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പലരും പോകും, പലരും പോകില്ല. പോകാത്തവരുടെ സങ്കടങ്ങൾക്ക്, ഹർജിക്ക് പരിഗണന ഉണ്ടാകും. അങ്ങനെ പോകാതെ ചൊറിച്ചിൽക്കാരൻ CM മടവൂരിനെ ചൊറിഞ്ഞു, എനിക്ക് ചൊറിയൊന്നും മാറണം. മറുപടി പറഞ്ഞത്, പരിഹാരമുണ്ടാക്കിയത് ഒറ്റ വാക്കിലൂടെയാണ്, അത് വേണ്ട എന്ന് CM പറഞ്ഞു. പിറ്റേ ദിവസം ചൊറിച്ചിലൊക്കെ മാറിയെന്നാണ് നേർസാക്ഷ്യം വഹിക്കുന്ന സാക്ഷി പറഞ്ഞത്. ഇത് അള്ളാഹുവിനോട് പറഞ്ഞാൽ നടക്കുമെങ്കിൽ ചൊറി മാറണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് വേണ്ട എന്ന് അള്ളാഹു പറയുമോ? പറയില്ല. CM പറയും. ഈ പറയുമ്പോൾ കിട്ടുന്ന തൃപ്തി ഉണ്ടല്ലോ, അത് നിസ്സാര തൃപ്തിയേ അല്ല. അള്ളാഹു പറയില്ല, ഇല്ല. മടവൂര് മുമ്പിലുണ്ട്. തെറ്റാണെങ്കിലും അങ്ങനെ ഒരു മനസമാധാനത്തിന് വേണ്ടി വാക്കുകൾ ഉച്ചരിക്കാൻ CMനാവും. അത് വേണ്ട. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. നമുക്കറിയാം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും, എന്ത് ചോദിച്ചാലും നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവൻ അള്ളാഹുവാണെന്നും, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണെന്നും, അവനേക്കാൾ വലിയവനായി ആരുമില്ല എന്നുമുള്ള വിഷയത്തിൽ ആർക്കും. ഉസ്താദ് സുന്നികളെയും സുന്നി സമസ്ത നേതാക്കളെയും കുറ്റം പറയുകയാണ്. അവര് കാശുണ്ടാക്കുന്നു, അതിലേക്ക് വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ്. അതായത് വിശ്വാസത്തിന് പല വിധത്തിലും വിശ്വാസപരമായി നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പാറ്റേൺ സീക്കിംഗ് ഉള്ളത് കൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഈ തട്ടിപ്പിൻ്റെ ഹേതു വിശ്വാസങ്ങൾ തന്നെയാണ്. വിശ്വാസമില്ലെങ്കിൽ തട്ടിപ്പ് നടക്കില്ല. തട്ടിപ്പുണ്ട്, തീർച്ച. അപ്പം അടിസ്ഥാനപരമായി തട്ടിപ്പിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് ഇത്തരം വിശ്വാസങ്ങളാണ്. അല്ലാതുള്ള പറച്ചിലൊക്കെ പൊയ്, കളവാണ്.